ബീഹാറിൽ കോൺഗ്രസ് എംഎൽഎമാർ കൂട്ടത്തോടെ ബിജെപി പാളയത്തിലേക്കെന്ന വാർത്തയ്ക്കിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിൽ കൊച്ചി കോർപ്പറേഷനിലെ വിജയം ആഘോഷിക്കുന്നതിനായാണ് നിർണായക സമയത്ത് ദേശീയ നേതൃത്വം ഒന്നാകെ കേരളത്തിലേക്ക് എത്തുന്നത്. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യമാകെ ഉയരുന്ന പ്രക്ഷോഭത്തിലും പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യമില്ല. ാകെയുള്ള 6 എംഎൽഎമാരും കൂട്ടത്തോടെ ബിജെപി കൂടാരത്തിലേക്ക് എത്തിയെന്ന വാർത്ത പുറത്തുവരുമ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ കേരള സന്ദർശനം. ബീഹാർ നിയമസഭയിൽ കോൺഗ്രസ് അംഗസംഖ്യ വട്ടപൂജ്യമായി മാറുമ്പോഴും ഒരിടപെടലും നടത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല. അക്കാര്യത്തിലൊരു നിലപാട് പ്രഖ്യാപനത്തിന് പോലും കോൺഗ്രസ് ദേശീയ നേതൃത്വമോ രാഹുൽ ഗാന്ധി തന്നെയോ ഇതുവരെ തയ്യാറായിട്ടുമില്ല. ഈ മൗനത്തിനിടെയാണ് കൊച്ചി കോർപ്പറേഷനിലെ വിജയം ആഘോഷിക്കാനായി കോൺഗ്രസിന്റെ ദേശീയ നേതാവ് കേരളത്തിലേക്ക് എത്തുന്നത്. ദേശീയ തലത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയ വിഷയത്തിൽ ശക്തമായൊരു ഇടപെടൽ കേരളത്തിലെ അണികളെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന നിരവധി മറ്റു വിഷയങ്ങളും അടുത്തിടെ ഉയർന്നുവന്നു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര സർക്കാർ തീരുമാനമാണ് അതിലൊന്ന്. ഇടതുപാർട്ടികളും സംയുക്ത കിസാൻ മോർച്ച അടക്കമുള്ള കർഷക സംഘടനകളും രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിലാണ്. എന്നാൽ പാർലമെന്റിലെ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസോ അതിൻ്റെ നേതാവായ രാഹുൽ ഗാന്ധിയോ ഈ ജനകീയ പ്രക്ഷോഭത്തിൻ്റെ ഏഴയലത്തില്ല. ഇതിനിടയിലും കേരളത്തിലെ കൊച്ചുതുരുത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ UDF വിജയം ആഘോഷിക്കുന്ന തിരക്കിലാണ് ദേശീയ പാർട്ടിയുടെ ദേശീയ നേതൃത്വം ഒന്നാകെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെന്ന പോലെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ ലക്ഷ്യം കേരളം മാത്രമായി ഒതുങ്ങുന്നു എന്നതാണ് ഉയരുന്ന വിമർശനം. കൈരളി ന്യൂസ്, കൊച്ചി.